ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, എപ്പോഴാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ അത്രത്തോളം ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടുക എന്നത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന കാര്യമാണ് നമ്മുടെ ആരോഗ്യമായാലും മറ്റു പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എങ്ങനെയാണ് അതൊക്കെ നടന്ന് കിട്ടുക, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ പറയാനായി പോകുന്നത്. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു ശാസ്ത്രം തന്നെയാണ്. വിശ്വാസപൂർവ്വം സമീപിക്കുന്ന ഏതൊരാൾക്കും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വളരെ വിശ്വാസപൂർവ്വം തന്നെ ഇരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളും ഒട്ടുമിക്കതും നിങ്ങളുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവി ദേവന്മാരെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നടക്കേണ്ട ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ ഒരു ചിത്രം നിങ്ങൾ ഇതിനോടകം തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ആഗ്രഹം തടസ്സങ്ങളൊന്നുമില്ലാതെ നടന്നു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനായിട്ടുള്ള ഇടയും കാണപ്പെടുന്നുണ്ട്. നടക്കേണ്ട നിങ്ങളുടെ ന്യായമായ ആവശ്യം ഏതാണോ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കൂടാതെ ആരെയും അത്രയ്ക്ക് അമിതമായി വിശ്വസിക്കാതിരിക്കുക. പലപ്പോഴും നിങ്ങളുടെ അമിതമായിട്ടുള്ളൊരു വിശ്വാസം നിങ്ങളെ പല തലത്തിലേക്കും മാറ്റി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കാറുണ്ട്. നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരെല്ലാം നിങ്ങളുടെ വിശ്വസ്തരാണ് എന്ന് കരുതരുത്. വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് നിങ്ങളുടെ സുഖത്തിലും സന്തോഷത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എല്ലാവരോടും എല്ലാതും ഒന്നും മറച്ചു വയ്ക്കാതെ പറയുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നല്ലതുപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഒരുപാട് പുണ്യമായ, മറ്റുള്ളവർക്ക് സഹായകരമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ട അവസ്ഥകളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആരോടും മനസ്സിൽ വിദ്വേഷമോ വെറുപ്പോ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം അല്ല നിങ്ങളുടേത്. എങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളോ സംഭവങ്ങളോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യുവാനും നിങ്ങൾ മടി കാണിക്കാറില്ല. പറയാനുള്ളത് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കത് കേൾക്കുമ്പോൾ നിങ്ങളോട് ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാനായിട്ടുള്ള ഇടയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായി വന്നേക്കാം. തെറ്റായ വാർത്തകളെയും പ്രവൃത്തിയെയും ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിനെ ചില സമയങ്ങളിൽ നിങ്ങൾ അനുഭവസ്ഥരായിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. കണ്ടത് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്ന ഒരു അവസ്ഥ. ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ആണെങ്കിൽ, ആരോഗ്യപരമായി നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും വച്ചു താമസിപ്പിക്കാതെ അത് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരാനുഗ്രഹം നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ട്. ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ഉള്ളവരാണ് നിങ്ങൾ. ഭവന നിർമ്മാണമൊക്കെ പകുതിയായി നിൽക്കുന്നവർക്കും വീടില്ലാത്തവർക്കുമൊക്കെ ഒരു നല്ല അനുകൂലാവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. പലതരത്തിലുള്ള അവഗണനകൾക്കും
കുറ്റപ്പെടുത്തലുകളുമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നിരുന്നാലും ഇനിയും അങ്ങോട്ട് ഇതൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. ആർക്ക് എന്ത് സഹായമാണോ നിങ്ങൾ മെയ് മറന്ന് ചെയ്തിട്ടുള്ളത്, അവരിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് കൂടുതലും പണി കിട്ടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. സ്വന്തം ആശയങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ സ്വന്തം യുക്തിക്കനുസരിച്ച് തൻ്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലും തെറ്റായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം കൂടുതൽ പേരും നിങ്ങളിൽ. ശുദ്ധ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. കള്ളത്തരങ്ങളും വഞ്ചനയും ഒന്നും നിങ്ങളുടെ മനസ്സിൽ തീരെയില്ല. മനസ്സ് നല്ല ഉറച്ചതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും വന്നു ചേരാറുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നു ചേർന്നാലും അതിനെയെല്ലാം മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേരുക. ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകളോ പ്രാർത്ഥനകളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. വിചാരിച്ച കാര്യങ്ങൾ പലതും ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്. അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഇന്ന് വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. എന്നാൽ ചിലയിടങ്ങളിൽ എത്ര ശ്രമിച്ചാലും എത്തിപ്പെടാൻ സാധിക്കാത്ത തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാറുണ്ട്. മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ നടക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒന്നാണ്, വീഴ്ച, മുറിവ്, ചതവ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ വളരെ ശാന്ത സ്വഭാവത്തിന് ഉടമകളാണ്. വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അത്യധികം പരിശ്രമിക്കുന്നവരാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ അധ്വാന മികവ് കൊണ്ട് വിജയം കൈവരിച്ചിട്ടുണ്ട്. ശാന്ത സ്വഭാവമായതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകളും നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ആശയങ്ങളുമായും പ്രവൃത്തികളുമായും യോജിക്കാത്ത കുറച്ചു പേരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തതയുള്ളതായിരിക്കാം. വരവിനേക്കാൾ ചെലവ് കൂടുന്നത് ഒരുപക്ഷെ പല അവസരങ്ങളിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. വിചാരിച്ചിട്ട് പോലുമില്ലാത്ത പല അധിക ചെലവുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടൻ നടന്നു കിട്ടുന്നതാണ്. കുറച്ച് നാളുകളായി നിങ്ങൾ വളരെയധികം പ്രയാസങ്ങളും കഷ്ടതകളുമൊക്കെ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എങ്കിലും സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഇനിയും കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾ അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത്തരം സാമ്പത്തിക പരാധീനതകളൊക്കെ മാറിക്കിട്ടുന്നതിനായി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല അനുകൂലമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. പണമിടപാടുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായ പല അവസ്ഥകളും നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ നയപരമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ. ധാരാളം ആളുകളുമായി ഇടപഴകുമെങ്കിലും ആരോടും ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ. അതായത് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊന്നും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾ അധികം ഇഷ്ടപ്പെടാറില്ല. കാരണം മറ്റുള്ളവരുടെ സഹാനുഭൂതി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അധികം ഇഷ്ടമുള്ള ആളുകളല്ല നിങ്ങൾ. പിടിവാശി പല കാര്യത്തിലും കാണിക്കുന്ന ഒരു സ്വഭാവം കൂടി നിങ്ങൾക്കുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊക്കെ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി കിട്ടുവാനും, നിങ്ങൾ തൊഴിൽ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറി കിട്ടുവാനുള്ള ഒരു സാധ്യതകളും കാണുന്നുണ്ട്. ഭൂസ്വത്തുക്കളുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെയുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ന്യായമായ രീതിയിൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. ശുദ്ധ സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പറ്റിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും ഒക്കെയുള്ള സാധ്യതകളേറെയാണ്. വിപരീത സ്വഭാവമുള്ള പങ്കാളിയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ളതെങ്കിലും അവരോട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി സ്നേഹത്തോടു കൂടി നിങ്ങൾ ഇടപഴകുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റേതായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക.
സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഉത്കണ്ഠ ഉള്ളവരല്ല നിങ്ങൾ. ഏതു കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം കൂടുതലുള്ളവരാണ് നിങ്ങൾ. കുടുംബ സ്വത്ത് കൊണ്ട് അത് നിങ്ങളുടെ പേരൻസിൻ്റെ ആയിട്ട് പ്രത്യേകിച്ച് പുരോഗതിയൊന്നും നിങ്ങൾക്കുണ്ടായിട്ടില്ല. കാരണം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങൾ സ്വന്തം അധ്വാനത്തിലൂടെ നേടിയെടുത്തത് തന്നെയാണ്. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതൊക്കെ രമ്യമായി പരിഹരിച്ച് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാണ്. ആത്മാർത്ഥമില്ലാത്തവരായിട്ട് ഒരു തരത്തിലുള്ള ബന്ധങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. ഒരു സാധനവും അനാവശ്യമായി ഒഴിവാക്കി കളയുന്ന ഒരു പ്രകൃതക്കാരല്ല നിങ്ങൾ. വാദപ്രതിവാദങ്ങളിൽ നിന്നൊക്കെ മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ എന്ത് ഗുണത്തിനായി മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും അതൊക്കെ അവസാനം നിങ്ങൾക്ക് വിനയായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ യുക്തിപൂർവ്വം നല്ലതുപോലെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.